ഒരുപാട് കത്തോലിക്ക വിശ്വാസികളുടെ വിവിധങ്ങളായ സംശയങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് യുക്യാറ്റ് എന്ന പഠന പരമ്പര വിജയകരമായി മുന്നേറുമ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഏറെ ഹൃദ്യമായ സ്വാഗതം. യുക്യാറ്റിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഈ എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് പിതാവിൻ്റെ മുമ്പിൽ ഈ വേദിയിലായിരിക്കുന്നത് നമ്മുടെ ജോസ്ഗിരി നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നത് പൗരോഹിത്യത്തെക്കുറിച്ചാണ്, തിരുപ്പട്ടമെന്ന കൂദാശയെക്കുറിച്ചാണ്. ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിൽ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള അവസരത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പിതാവ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ ഒരു ചോദ്യം, ഞങ്ങളുടെ ഒരു സംശയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മളൊരു വൈദികനാകുന്നതിന് മുമ്പ് ഒരു വൈദിക വിദ്യാർത്ഥി വിവിധ തരം ചെറിയ ചെറിയ പട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ സഭ എന്തുകൊണ്ടാണ് ആ പട്ടങ്ങൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്നത്? ഡയറക്റ്റ് ആയിട്ട് അവർക്ക് തിരുപ്പട്ടം എന്നൊരു കൂദാശ കൊടുക്കാൻ പറ്റത്തില്ലേ? തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുക്കമായിട്ട് ചെറുപട്ടങ്ങൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അൾത്താരയിലേക്ക് പ്രവേശിക്കുന്നത് വിവിധ പടികൾ കയറിയാണ്. അതിൽ ഓരോ പടികൾക്കും ഓരോ പേരിട്ടിരിക്കുകയാണ്. ആദ്യത്തെ പടിയാണ് വാസ്തവത്തിൽ പൗരസ്ത്യ സഭകൾ കാറോയ പട്ടം എന്ന് പറയുക, അല്ലെങ്കിൽ അക്കോളൈറ്റ് എന്ന് പാശ്ചാത്യ സഭ വിശേഷിപ്പിക്കുന്ന പട്ടമാണ്. ഈ പട്ടത്തിലൂടെ ഒരു വ്യക്തി, ഇതെന്തിനാണ് ഈ ചെറുപട്ടങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വൈദികാർത്ഥിയെ ഓർമ്മിപ്പിക്കുകയാണ്, നീ സ്വീകരിക്കാൻ പോകുന്ന പൗരോഹിത്യം അത്രമേൽ ശ്രേഷ്ഠവും മഹോന്നതവുമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നീ കർത്താവിന് നിന്നെ തന്നെ സമർപ്പിച്ച് ഒരുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അവിടെ നൽകുക. ദേവാലയത്തിൽ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് ആ വ്യക്തിയെ യോഗ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ ചെറുപട്ടങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കുക, പരിശുദ്ധ കുമ്പസാരം പരികർമ്മം ചെയ്യുക തുടങ്ങിയ ദൗത്യങ്ങൾ വൈദിക പട്ടം സ്വീകരിച്ച ശേഷം മാത്രമേ ചെയ്യാനാവൂ. അതേസമയം നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ പരിശുദ്ധ കുർബാനയിൽ അൽമായർ ചെയ്യുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ ഒരു ചെറുപട്ടങ്ങളിൽ സ്വീകരിച്ചവർ ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. അവരെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അൽമായർ അത് ചെയ്യുക. ഇപ്പോൾ വാതിലുകൾ അടയ്ക്കുന്നത്, പള്ളിയുടെ വാതിലുകൾ അടയ്ക്കുക, അതുപോലെ തന്നെ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് സഹായിയായി വർത്തിക്കുക, അത് ഈ കാറോയ പട്ടത്തിലൂടെയാണ് സഭ അങ്ങനെ ഒരു അവകാശം കൊടുക്കുക. അതുപോലെ സബ് ഡയക്കനേറ്റ് എന്ന് പറയുന്ന ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷത്തെ പട്ടം. ആ പട്ടത്തിലൂടെയാണ് ഒരു വ്യക്തി പഴയ നിയമ ഗ്രന്ഥം വായിക്കാൻ ഔദ്യോഗികമായി സഭയിൽ അധികാരമുള്ള വ്യക്തിയായി തീരുന്നത്. അപ്രകാരം പഴയ നിയമ ഗ്രന്ഥം വായിക്കുക, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ പലപ്പോഴും സാക്രിസ്ത്യൻ അഥവാ കപ്പ്യാർ ചെയ്യുന്ന പണികളാണിത് പലതും, അല്ലേ? യഥാർത്ഥത്തിൽ സഭയുടെ കൃത്യമായ നിയമം അനുസരിച്ച് ഒരു സബ് ഡീക്കൻ ചെയ്യേണ്ട ശുശ്രൂഷകളാണ് വാസ്തവത്തിൽ അവ. ഡീക്കൻ പട്ടം കുറെ കൂടി ഉയർന്ന ഒരു പട്ടമാണ്. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്കുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായിട്ടുള്ള പട്ടമാണ് ഡീക്കൻ പട്ടം. ഈ ഡീക്കൻ പട്ടം എന്ന് പറയുന്നത് പൗരോഹിത്യത്തിനുള്ള ഒരു ഒരുക്കം മാത്രമല്ല, അതുതന്നെ ഒരു പട്ടമായിട്ട് സ്വീകരിക്കാവുന്നതുമാണ്. ഇപ്പം പാശ്ചാത്യ സഭകളിലൊക്കെയും വിവാഹിതരായ വ്യക്തികൾ ഡീക്കൻ പട്ടം സ്വീകരിച്ച് ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്.
പള്ളിയിൽ പ്രസംഗം പറയുക, മരിച്ചടക്ക് നടത്തുക, അതുപോലെ ഒത്തുകല്യാണം ഉണ്ടെങ്കിൽ അത് നടത്തുക. പൗരസ്ത്യ സഭകളിൽ ഡീക്കൻ്റെ ശുശ്രൂഷകൾ പാശ്ചാത്യ സഭയിൽ അനുവദിക്കപ്പെട്ട അത്രയും വിപുലമായ കാര്യങ്ങളില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിലും ഡീക്കൻ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് പള്ളിയിൽ ഔദ്യോഗികമായി പരിശുദ്ധ കുർബാനയുടെ മധ്യേ വചനപ്രഘോഷണം നടത്താൻ അവകാശമുണ്ട്. അത് ഡീക്കൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണത്. ഡീക്കന് പരിശുദ്ധ കുർബാന ദൈവജനത്തിന് എഴുന്നള്ളിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഡീക്കന് പല പ്രാർത്ഥനകൾ, ഇപ്പോൾ മരിച്ചൊരു വീട്ടിൽ ചെന്ന് ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട് ഡീക്കന്. പക്ഷേ സാധാരണ വൈദികർ അതിൻ്റെ സമാപന ആശീർവാദം ദൈവജനത്തിന് നേരെ ആശീർവാദമായിട്ടാണ് നൽകുക. അതേസമയം ഡീക്കന് അങ്ങനെ ആശീർവദിക്കാൻ അവകാശമില്ല. ഡീക്കൻ സ്വയം ആശീർവദിച്ചുകൊണ്ടാണ് സമാപന ആശീർവാദം നൽകുക എന്നുള്ള വ്യത്യാസമുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി താൻ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾ പടിപടിയായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, ഈ വ്യക്തിക്ക് ഇപ്രകാരം വിവിധ പടികളിലേക്ക് കൈപിടിച്ച് കയറ്റുന്നതിന് മുൻപായി ശരിക്കും ഒരുങ്ങാനും ആത്മശോധന ചെയ്യാനും ഇതെനിക്ക് പറ്റിയ വഴിയാണോ എന്ന് വിചിന്തനം നടത്താനുള്ള ഒരു അവസരം കൂടിയാണത്. ഈ ഡീക്കൻ പട്ടം സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞിട്ടാണ് പൗരോഹിത്യ പട്ടം സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. അതുകൊണ്ട് ഡീക്കൻ പട്ടം സ്വീകരിച്ചിട്ട് 6 മാസം ആ വ്യക്തി വീണ്ടും തന്നെക്കുറിച്ച് തന്നെ ആലോചന നടത്തി ഉത്തമ ബോധ്യത്തോടെ മാത്രമേ പൗരോഹിത്യം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ ചെറുപട്ടങ്ങളെ സംബന്ധിച്ച സഭയുടെ നിലപാട്. പിതാവേ, അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പിതാവ് പറഞ്ഞല്ലോ കൈവയ്പ് ശുശ്രൂഷയിലൂടെ പല പല പടികൾ കടന്നിട്ടാണ് ഒരാൾ പൗരോഹിതനാകുന്നതെന്ന്. അപ്പോൾ അവർ ചെയ്യേണ്ട ചില അൽത്താരയിൽ ചെയ്യേണ്ട ചില ജോലികളും ഉണ്ട്. അപ്പോൾ അത് ഇപ്പം ആത്മായരായിട്ടുള്ളവർ അത് ആ ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു തെറ്റല്ലേ? അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എല്ലാ മനുഷ്യർക്കും, എല്ലാ വിശ്വാസികളും ഈശോയുടെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. അല്ലേ? 2 തരം പൗരോഹിത്യമുണ്ട്. ഒന്ന് ശുശ്രൂഷ പൗരോഹിത്യം, 2 പൊതു പൗരോഹിത്യം. മാമോദീസായിലൂടെ എല്ലാ വ്യക്തികളും മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. ആ മിശിഹായുടെ പൗരോഹിത്യത്തിൽ ഉള്ള പങ്കാളിത്തം കൊണ്ടാണ് അവർ സഭയിൽ ഈ ചെറുപട്ടങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ദൗത്യങ്ങൾ അൽമായർ ചെയ്യുന്നത് കുറ്റകരമല്ലാത്തത്. അത് തെറ്റല്ലെന്ന് മാത്രമല്ല, അത് ആവശ്യമുള്ള സന്ദർഭങ്ങൾ അതിനെ സഹായിക്കുന്നത് കൃപാദായകമാണ് എന്നും സഭ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം അവർക്ക് മിശിഹായുടെ പൗരോഹിത്യത്തിൽ മാമോദീസ എന്ന കൂദാശയിലൂടെ പ്രത്യേകമായ അവകാശം ലഭിച്ചു എന്നുള്ളതിനാൽ. അതേസമയം ഈ ഉത്തരവാദപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മൈനർ ഓർഡേഴ്സ്, ചെറുപട്ടങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ അവിടെ ഉണ്ട് എങ്കിൽ അവർ ഈ ശുശ്രൂഷ ചെയ്യണം എന്നുകൂടി സഭ നിഷ്കർഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡീക്കൻ അവിടെ ഉണ്ട് എങ്കിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് ഡീക്കൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. വൈദികരുണ്ടെങ്കിൽ വൈദികരാണ് കൊടുക്കേണ്ടത്. വൈദികരില്ലെങ്കിൽ തൊട്ടടുത്തത് ഡീക്കനാണ് ചെയ്യേണ്ടത്. ആ ഡീക്കനും ഇല്ല എങ്കിൽ മാത്രമേ സിസ്റ്റേഴ്സ് വിശുദ്ധ കുർബാന കൊടുക്കാറുള്ളൂ. ഇപ്പോൾ പൗരോഹിത്യത്തിലേക്ക് ഒരു വ്യക്തി, ഒരു വൈദിക വിദ്യാർത്ഥി എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന 3 പട്ടങ്ങൾ അല്ലേ? ഏതൊക്കെയാണ്? കാറോയ പട്ടം, സബ് ഡീക്കൻ പട്ടം, ഡീക്കൻ പട്ടം. ഇവരെ ധരിക്കുന്ന തിരുവസ്ത്രങ്ങൾ കൊണ്ട് ഇവരെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റാറുണ്ടോ? ഡീക്കനെ കണ്ടാൽ, അല്ല ഡീക്കൻ അൾത്താരയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരുമ്പോൾ ആ വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന കാര്യം എന്താണ്? അവര് ധരിക്കുന്ന ഒരു സൈഡിലേക്കായിരിക്കും ഉറാറ ധരിക്കുന്നത്. ഇനി സബ് ഡീക്കൻ ആണെങ്കിലോ? പുറകിലേക്ക് ഉറാറ ചുറ്റിയിട്ടിട്ട്, അതായത് കഴുത്തിന് പുറകിലേക്ക് ചുറ്റിയിടുന്ന അല്ലേ? കൊള്ളാം. വീണ്ടും അടുത്തൊരു പട്ടം ഇതാണ്. ആദ്യത്തെ പട്ടം കാറോയ പട്ടം. ആ വ്യക്തിക്ക്, ആ വൈദിക വിദ്യാർത്ഥിക്ക് ഉള്ള തിരുവസ്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ ഊറാറ ആർക്കുണ്ടാവില്ല? കാറോയ പട്ടക്കാരന് ഉണ്ടാകില്ല അല്ലേ? കൊത്തീനയും അരക്കെട്ടും അല്ലേ, സുനാറയും മാത്രമേ കാറോയ പട്ടക്കാരന് ഉണ്ടാകത്തുള്ളൂ. ഇനി ഒരാളെ കാണുമ്പോൾ
ആൾ കാറോയ പട്ടക്കാരനാണ്, അല്ലെങ്കിൽ സബ് ഡീക്കനാണ്, ഡീക്കനാണ്, ഇന്ന ശുശ്രൂഷകൾ ചെയ്യേണ്ട വ്യക്തിയാണ്, അതിന് ചെയ്യാനായിട്ട് കടപ്പെട്ടവനാണെന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം കേട്ടോ. അതിനുവേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എനിക്ക് മെത്താൻ പട്ടത്തിൽ എന്താണ് പ്രധാനമായും സംഭവിക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നു. മെത്രാൻ പട്ടത്തിൽ സംഭവിക്കുന്നത് സഭയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് മിശിഹായുടെ പൗരോഹിത്യത്തിൽ പൂർണ്ണമായ പങ്കാളിത്തം ലഭിക്കുന്നു എന്നുള്ളത്. 3 പ്രധാന പട്ടങ്ങൾ സഭയിലുള്ളതിൽ മെത്രാൻ പട്ടം, പുരോഹിത പട്ടം, ഡീക്കൻ പട്ടം, ഇതാണ് 3 പ്രധാന പട്ടങ്ങളായി കരുതുന്നത്. അത് പടിപടിയായി മിശിഹായുടെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തമാണ് എങ്കിൽ ഈശോയുടെ പൗരോഹിത്യത്തിൽ പൂർണ്ണമായും പങ്കാളിത്തം ലഭിക്കുന്നത് മെത്രാൻ പട്ടത്തിലൂടെയാണ് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റ് വൈദികരുടെ പട്ടം പൂർണ്ണമല്ല എന്നുള്ള അർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത്. ഈ മിശിഹായുടെ പൗരോഹിത്യത്തോടുള്ള പങ്കാളിത്തത്തിലെ പൂർണ്ണതയാണ് അവിടെ വിവക്ഷിക്കുന്നത്. മെത്രാൻ പട്ടം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ചെയ്യേണ്ടത് പുരോഹിതൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മെത്രാനും ബാധകമാണ്. അതേസമയം ചില കാര്യങ്ങൾ അധികമായിട്ട് മെത്രാൻ ചെയ്യേണ്ടതുണ്ട്. അത് ഒരു പ്രാദേശിക സഭയുടെ തലവനാണ് മെത്രാൻ. രൂപത എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയാണ് ഒരു പ്രദേശത്ത്. ആ സഭയുടെ തലവൻ എന്ന നിലയിൽ ആ സഭയുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തി മെത്രാനാണ്. അതുപോലെ തന്നെ വൈദികർക്ക് പട്ടം കൊടുത്ത് അവരെ വൈദികരായി അഭിഷേകം ചെയ്യേണ്ട ഉത്തരവാദിത്വം മെത്രാൻ്റേതാണ്. ഈ മെത്രാൻ തന്നെയാണ് വൈദിക വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് ദൈവവിളിയുള്ള മക്കളാണ് എന്ന് കണ്ടെത്തി പരിശീലനത്തിന് നിയോഗിക്കുന്നതും അവരുടെ പരിശീലനത്തിൽ അവരെ അനുയാത്ര ചെയ്യുന്നതും അവരെ ചെറുപട്ടങ്ങൾ നൽകി ശക്തിപ്പെടുത്തി അവസാനം തിരുപ്പട്ടം എന്ന കൂദാശ നൽകുന്നതും മെത്രാൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യം. വീണ്ടും മെത്രാൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് ഒരു പ്രദേശത്തെ ദേവാലയങ്ങൾ കൂദാശ ചെയ്യുക എന്നുള്ളത്. അതായത് ചെയ്യുന്ന ശുശ്രൂഷകൾ, വൈദികരുടെ ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ അതിനോട് അധികമായി ഏതാനും ശുശ്രൂഷകൾ കൂടി മെത്രാനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മെത്രാൻ പദവിയുടെ പ്രത്യേകത. മിശിഹായുടെ പൗരോഹിത്യത്തിലുള്ള പൂർണ്ണമായ പങ്കാളിത്തം എന്ന രീതിയിൽ മെത്രാൻ ഈശോയുടെ മനസ്സും ഈശോയുടെ ഹൃദയവും ഈശോയുടെ പ്രവർത്തന ശൈലികളും അനുവർത്തിക്കാൻ കടപ്പെട്ടവനാണ്. കാരണം ഇടയന്മാരുടെ ഇടയനായ മിശിഹായെയാണ് ഓരോ മെത്രാനും അനുകരിക്കുന്നത് എന്നുള്ളതിനാൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ വിശുദ്ധിയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് മെത്രാനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകമായി ഏതൊക്കെ അധികാരങ്ങളാണ് ഒരു പുരോഹിതൻ മെത്രാനായി ഉയർത്തപ്പെടുമ്പോൾ ലഭിക്കുന്നത്? മെത്രാൻ എന്ന് പറയുന്നത് പരിശുദ്ധ മാർപ്പാപ്പായുമായി ഒരു പ്രാദേശിക സഭയെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. അതുകൊണ്ട് പൗരസ്ത്യ സഭകളാകുമ്പോൾ ആ സഭയുടെ തലവനോടും അതുവഴി റോമാ മാർപ്പാപ്പായോടുമുള്ള ബന്ധം സൂക്ഷിക്കേണ്ട കണ്ണിയാണ് വാസ്തവത്തിൽ മെത്രാൻ എന്ന് പറയുന്നത്. ഏറ്റവും സുപ്രീം അതോറിറ്റി എന്ന്, സുപ്രീം പൊന്തിഫ് എന്നാണ് മാർപ്പാപ്പായെ പറയുക. കാരണം പൊന്തിഫിക്സ് എന്ന് പറഞ്ഞാൽ പാലം എന്നാണ് ലത്തീൻ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. സ്വർഗവും ദൈവവുമായിട്ടുള്ള മനുഷ്യ കുലത്തിൻ്റെ വിശ്വാസികളുടെ പാലമായി വർത്തിക്കുന്നവനാണ് മാർപ്പാപ്പ. ക്രിസ്തുവിൻ്റെ വികാരിയാണ് മാർപ്പാപ്പ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ മാർപ്പാപ്പ റോമിലെ മെത്രാനാണ് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ പദവി സ്വീകരിക്കുക. ആ പരിശുദ്ധ മാർപ്പാപ്പായോട് ചേർന്ന് നിൽക്കുന്നവരാണ് എല്ലാ മെത്രാന്മാരും. ആ മെത്രാന്മാർ പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ, പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനകൾ കൃത്യതയോടെ പ്രാദേശിക സഭയിൽ നടപ്പിലാക്കാൻ കടപ്പെട്ടവരാണ് മെത്രാന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഇപ്രകാരം അതാണ് അവർക്ക് ഉള്ള ഈ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത്. ഈ പ്രാദേശിക സഭയെ സാർവത്രിക സഭയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് മെത്രാന്മാർ. അതുകൊണ്ട് ഒരു പ്രാദേശിക സഭയിലെ വിഷയങ്ങളിൽ റോമാ മാർപ്പാപ്പായുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളോ ഇടപെടലുകളോ നടത്തണമെങ്കിൽ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മെത്രാൻ്റേതാണ്. വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില കൂദാശകൾ പരികർമ്മം ചെയ്യാൻ മെത്രാന്മാർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഉദാഹരണം, തിരുപ്പട്ടം എന്ന കൂദാശ ഒരു വ്യക്തിക്ക് പരികർമ്മം ചെയ്യാൻ മെത്രാന് മാത്രമേ അവകാശമുള്ളൂ. മെത്രാൻ അല്ലാത്ത ആരെങ്കിലും അത് ചെയ്താൽ അതിൽ തന്നെ ആ തിരുപ്പട്ടം അസാധുവാണ്. വീണ്ടും ഒരാളെ മെത്രാൻ പദവിയിലേക്ക് ഉയർത്തുക, മെത്രാൻ പട്ടം നൽകുക എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ 3 മെത്രാന്മാർ ഒരുമിച്ച് ആ ശുശ്രൂഷ ചെയ്താലേ അത് മെത്രാൻ പട്ടമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. കാരണം അത് ഒരു മെത്രാന് തന്നെ ഒരാളുടെ ശിരസിൽ കൈവച്ച് അയാളെ മെത്രാനായി വാഴിക്കാൻ പറ്റില്ല. 3 മെത്രാന്മാരുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ ഒരാൾക്ക് മെത്രാൻ പദവി നൽകാൻ സാധിക്കുകയുള്ളൂ എന്നത് മറ്റൊരു വശം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ബലിപീഠം അത് കൂദാശ ചെയ്യാൻ മെത്രാന് മാത്രമേ അവകാശമുള്ളൂ. ഈ എല്ലാ ദേവാലയങ്ങളിലും മാമോദീസായ്ക്കും സ്ഥൈര്യലേപനത്തിനും രോഗീലേപനത്തിനും ഉപയോഗിക്കുന്ന ഒരു തൈലം സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെയാണ് വിശുദ്ധ മൂറോൻ എന്ന് പറയും. ഈ മൂറോൻ തൈലം കൂദാശ ചെയ്യുന്നത് മെത്രാണിച്ചനാണ്. ഈ മെത്രാൻ കൂദാശ ചെയ്ത തൈലം ഉപയോഗിച്ചുകൊണ്ടാണ് വൈദികര് മാമോദീസ നൽകുന്നത്, അതുപോലെ സ്ഥൈര്യലേപനം നൽകുന്നത്, രോഗീലേപനം നൽകുന്നു. അതായത് ഒരു വൈദികൻ ഒറ്റപ്പെട്ട് നൽകുന്ന ഒരു ശുശ്രൂഷയല്ല, മറിച്ച് മുഴുവൻ വൈദിക ഗണത്തോടും തൻ്റെ രൂപതാധ്യക്ഷനായ മെത്രാനോടും ചേർന്നാണ് ഒരു വൈദികൻ ഓരോ കൂദാശയും പരികർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മെത്രാൻ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക സഭയുടെ തലവൻ ആയിരിക്കുന്നതോടൊപ്പം തന്നെ ദൈവകൃപയുടെ മധ്യസ്ഥനായി ആ പ്രാദേശിക സഭയിൽ വർത്തിക്കുന്ന വ്യക്തിയും കൂടിയാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ സീറോ മലബാർ സഭയിൽ നമ്മുടെ പിതാക്കന്മാരെ വിമർശിക്കുകയും മറ്റേ അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? അപ്പം ഒരു കത്തോലിക്ക വിശ്വാസി ഒരു പിതാവിൻ്റെ പദവി എങ്ങനെ മാനിക്കണം? സെൽവിൻ ചോദിച്ചത് വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ച് കാലിക പ്രസക്തമായൊരു ചോദ്യമാണ്. മെത്രാന്മാരെ കുറിച്ച് പണ്ടുണ്ടായിരുന്ന ആദരവൊന്നും ഇപ്പോഴില്ല, എല്ലാവരും വായി തോന്നിയതുപോലെ വിളിച്ചു പറയുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, അല്ലേ? അത് ഒരു പരിധി വരെയും അത് കാലഘട്ടത്തിൻ്റെ ചിന്താഗതിയിൽ വരുന്നൊരു മാറ്റമാണ്. ഇന്ന് പോസ്റ്റ് മോഡേൺ യുഗം എന്നൊക്കെ പറയും, അല്ലേ? ഉത്തരാധുനിക യുഗം എന്നൊക്കെ സാഹിത്യത്തിൽ പറയും. ഈ ഉത്തരാധുനികതയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ഫ്ലാറ്റ് സൊസൈറ്റിയെ സങ്കല്പിക്കുന്നതാണ്. എല്ലാവരും തുല്യരാണ്, ആരും അങ്ങനെ അധികാരികളൊന്നുമല്ല. പണ്ട് അപ്പനിരുന്ന കസേരയിൽ മക്കൾ പോയി ഇരിക്കുകയില്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അപ്പനിരുന്നിക്കുന്ന കസേര അത് അപ്പന് വേണ്ടി മാത്രമുള്ള കസേര. വല്യപ്പനുണ്ടെങ്കിൽ വല്യപ്പൻ്റെ ആ കസേരയിൽ അപ്പൻ പോലും പോയി ഇരിക്കുകയില്ല. കാരണം എന്താണ്? അതൊരു ആദരവാണ്, അല്ലേ? ഇന്നത്തെ കാലത്ത് നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ആ അപ്പൻ്റെ കസേരയിൽ ഇരുന്നോ ഇല്ലയോ? അപ്പൻ അങ്ങനെ ഒരു കസേരയില്ല. അപ്പൻ എവിടെയെങ്കിലും ഇരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും കയറിയിരിക്കും. അങ്ങനെയാണ് വീടുകളുടെ ചിന്താഗതികൾ മാറ്റി. അതായത് ഈ ഹൈറാർക്കിക്കൽ സൊസൈറ്റി, അതായത് ഈ ഓരോരുത്തരുടെയും സ്ഥാന പ്രത്യേകതകൾ നിർണയിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക ഘടനയാണ് പണ്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെ ഒരു ഘടനയല്ല നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉള്ളത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് പറഞ്ഞാലും കയ്യോടെ കയറി മറുപടി പറയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പണ്ട് മാതാപിതാക്കളോട് ധിക്കാരം പറയുക എന്ന് പറഞ്ഞാൽ വലിയൊരു തെറ്റാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ വീട്ടിൽ അപ്പനോട് എപ്പോഴും തറുതല പറയാറുണ്ട്, അമ്മയോട് പറയാറുണ്ട്, ഇല്ലേ? അതൊരു ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്.
പക്ഷേ അതൊരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഒരു അധികാര ശ്രേണികളെ വെല്ലുവിളിക്കുന്ന ഒരു മനോഭാവം എന്ന് പറയും. അത് സഭയിലും അതുപോലെ തന്നെ സമൂഹത്തിലും വിശിഷ്യ പുരോഹിതരെയും മെത്രാന്മാരെയും വിലയിരുത്തുന്നതിലുമൊക്കെ ഈ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം കടന്നു വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു മാറ്റം വന്നത് സമൂഹം ഈ വലിയൊരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ റെവല്യൂഷൻ്റെ കാലമാണ് അല്ലേ? തങ്ങളുടെ ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്താതെ വായി തോന്നിയതോ മനസ്സിൽ തോന്നുന്നതോ ആയി എന്തും എഴുതി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ദേഷ്യവും അവൻ്റെ അരിശവും അവൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വൈദികരിൽ നിന്നാകാം, അതല്ല മെത്രാന്മാരിൽ നിന്നാകാം, സഭയിൽ നിന്നാകാം, ഉള്ള അവൻ്റെ ആ ദേഷ്യം മുഴുവനും ഇന്ന് തീർക്കാനുള്ളൊരു വേദി ഈ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെടുന്നുണ്ട്. വീണ്ടും മറ്റൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സാമൂഹിക വിഷയങ്ങളിൽ മെത്രാന്മാർ വൈദികരൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു നിലപാട് മെത്രാന്മാർ സ്വീകരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ചില പാർട്ടിക്കാർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടുകയില്ല. ഇഷ്ടപ്പെടാത്തവർ മെത്രാനെ കഠിനമായി വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാറില്ല, മിണ്ടാണ്ടിരിക്കും. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുകയില്ലയോ എന്ന് നോക്കി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റിയല്ല. മറിച്ച് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നിലപാടുകൾ എവിടെയെല്ലാം കാണുന്നു അതിനോട് പ്രവാചക തുല്യമായ മനസ്സോടെ പ്രതികരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് പുരോഹിതനും മെത്രാനും. വിമർശനങ്ങളെ ഭയന്ന് നമ്മൾ സംസാരം നിർത്തേണ്ട സാഹചര്യമൊന്നുമില്ല. സഭയുടെ സുവിശേഷം എക്കാലവും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതാണ് ഈ മതമർദ്ദനം എന്നൊക്കെ പറയുക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആദിമസഭയിൽ വലിയ പീഡാനുഭവങ്ങൾ വൈദികരും മെത്രാന്മാരും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർ സുവിശേഷത്തോട് പ്രതിബദ്ധത പുലർത്തി ജീവിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾക്കെല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന എങ്ങും തൊടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാം, പക്ഷെ അത് സുവിശേഷമല്ല. സുവിശേഷം എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ് എന്നുകൂടി തിരിച്ചറിയുക. അതുകൊണ്ട് ഈ വിമർശനങ്ങളിൽ പ്രസക്തമായതുണ്ട് എങ്കിൽ, തിരുത്തപ്പെടേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായും വൈദികരും മെത്രാന്മാരും തിരുത്തണം. പക്ഷേ കുറേ പേര് വിമർശിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രവാചക ധീരതയോടെ അപ്പസ്തോലിക ധൈര്യത്തോടെ പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല. വീണ്ടും ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ പൗരോഹിത്യവും മെത്രാൻ പദവിയും ഒക്കെ എല്ലാവരുടെയും സ്തുതിയും പുകഴ്ചയും കേട്ട് കഴിയേണ്ട പദവികളാണ് എന്നുള്ളതൊരു തെറ്റിദ്ധാരണയാണ്. മിശിഹായുടെ അപ്പസ്തോലന്മാരാരും ഈ അധികാരവർഗത്തിൻ്റെ സ്തുതിയും പുകഴ്ചയും കേട്ട് കഴിഞ്ഞവരല്ല. നിശിതമായി അവർ വിമർശിക്കപ്പെട്ടു, ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു, അവസാനം അവർ വധിക്കപ്പെട്ടു. എന്തിന്? ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് വൈദികരും മെത്രാന്മാരും വിമർശിക്കപ്പെടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവരാജ്യത്തോട് അവർ കൂടുതൽ അടുത്ത് ജീവിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിലപാടുകളും ഓരോരുത്തർക്കും ഉണ്ടാകും. ആ നിലപാടുകളുടെ വെളിച്ചത്തിൽ അവർ മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും മെത്രാന്മാർക്കോ വൈദികർക്കോ ഇതുപോലെ നമുക്ക് മറുപടി പറയാൻ സോഷ്യൽ മീഡിയയിൽ ചെല്ലാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം, ജഡ്ജിമാരെ വിമർശിച്ചാൽ കോടതി അലക്ഷ്യ നടപടി എടുക്കാൻ പറ്റും. അതുകൊണ്ട് സാധാരണ ആരും ജഡ്ജിമാരെ കയറി വിമർശിക്കാറില്ല. ജഡ്ജിമാരുടെ ഭാഗം സേഫാണ്. സഭയിൽ അങ്ങനത്തെ സംരക്ഷണമൊന്നുമില്ല. ആർക്കും ആരെയും എന്തും പറയാവുന്ന ഒരു കാലവും സാഹചര്യവുമായതുകൊണ്ട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ
സ്വാഭാവികമായും സംഭവിക്കും. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം തെറ്റാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്ക് തീർച്ചയായും അതിനെക്കുറിച്ച് പറയാം. അതേസമയം തൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോട് മെത്രാനോ വൈദികനോ ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലെ വളഞ്ഞിട്ടുള്ള അക്രമങ്ങളും അതിനെ അവഗണിക്കാൻ പോരുന്ന പരിശുദ്ധാത്മ വിവേകവും പരിശുദ്ധാത്മ ധൈര്യവും മെത്രാന്മാർക്കുണ്ട് എന്നുകൂടി നിങ്ങൾ യുവജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ ധാരാളം ഇങ്ങനെ കാണുന്നില്ലേ, അപ്പം കുറേ വിമർശനങ്ങൾ ഈ അടുത്ത് കണ്ടു. അപ്പം അതിനോടെങ്ങനെയാണ് പിതാവ് പ്രതികരിക്കാറ്? സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളോട് ഞാൻ സാധാരണ പ്രതികരിക്കാറില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈശോ പറയുന്നത് പോലെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സത്യം എന്ന അന്വേഷിക്കാനുള്ള ക്ഷമയോ അതിനുള്ള താല്പര്യമോ തുറവിയോ ഇല്ലാത്തവരാണ് മറ്റുള്ളവരെ നിശിതമായി വിമർശിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കും. ഈ ഭൂമിയിലെ ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ചുമ്മാ കരയിൽ നിന്ന് കല്ലെറിയുക എന്നുള്ളതാണ്. അപ്രകാരം സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത്, അതിന് കർത്താവ് കുറേ കുരിശുകൾ കൂടി കരുതി വച്ചിട്ടുണ്ട്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം, അല്ലേ? അത് വൈദിക ശുശ്രൂഷയിലാകട്ടെ, മെത്രാൻ ശുശ്രൂഷയിലാകട്ടെ, ദൈവം നമ്മളെ ഒരു ദൗത്യം ഭരമേൽപ്പിച്ചാൽ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് നമ്മുടെ തോളിൽ വലിയൊരു കുരിശൂടെ തരും. ചിലപ്പോൾ ഒരു കുരിശല്ല, ഒരു 10 കുരിശ് തന്നിരിക്കും. ആ കുരിശുകളുടെ ഭാരം ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ അക്രമങ്ങളാകാം. ആ കുരിശ് എന്ന് പറയുന്നത് എനിക്കിത് പറ്റിയല്ലേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് വെച്ചിട്ട് അവരോട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ചെന്ന് വഴക്കൂടാനല്ല, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം കൃത്യമായ ലക്ഷ്യബോധത്തോടെ കർത്താവിൻ്റെ തിരുഹിതം മനസ്സിലാക്കി നിറവേറ്റുക. അത് ദൈവം ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ ദൈവം അതിനെ ലക്ഷ്യത്തിലെത്തിക്കും. അപ്പോൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി കൽപ്പിക്കപ്പെട്ടത് ചെയ്ത പ്രയോജനമില്ലാത്ത ദാസന്റെ മനസ്സോടെ നമ്മൾ പിൻവാങ്ങുക. എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും ദൈവത്തിനാണ്. ദൈവം മാത്രമാണ് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും അർഹതയുള്ളത്. അത് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ചിലപ്പോൾ ചില അധിക്ഷേപങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സംസാരിക്കുന്നവർ ആ ലക്ഷ്യത്തോടെ പറയും. വേറെ ചിലർ അവരുടെ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുന്നവരാണ്. അവരാ രീതിയിൽ സംസാരിക്കട്ടെ. എല്ലാവരെയും സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ശരിയായ വെളിച്ചം അവർക്ക് കൊടുക്കുന്ന നാളുകൾ വിദൂരമല്ല എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ തിരുപ്പട്ട എന്ന കുദാശയെപ്പറ്റി, പൗരോഹിത്യത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ കൂടുതൽ ബോധ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകമായിട്ട് ഇത്രയും സമയം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പാമ്പ്ലാനി പിതാവിനും ഇതിനെ കൂടുതൽ സജീവമാക്കിയ നമ്മുടെ ജോസ്ഗിരി നഴ്സിംഗ് സ്കൂളിലെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.